ഹായ്. സോ IWB ലോഞ്ച് എന്നുള്ളൊരു സർവീസിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കംപ്ലീറ്റ്ലി ബിഗിനറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു പ്രൊഡക്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം? അപ്പോൾ യൂഷ്വലി നിങ്ങൾ ചെയ്യുന്നത് കുറേ സർവീസ് കമ്പനി അടുത്തുനിന്ന് എൻക്വയറി എടുക്കുന്നു. മേ ബി അതേപോലെ ആയിരിക്കും നിങ്ങൾ ഞങ്ങളുടെ അടുത്തും വന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പിക്കൽ സർവീസ് കമ്പനിയും ഈ ഐ വാന ബിൽഡും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ IWB ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ബിഗിനേഴ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻക്യുബേഷൻ പ്രോഗ്രാമാണ്. ഓക്കെ, അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പ്ലാൻ ഇൻ 7 days, ബിൽഡ് ഇൻ 30 days എന്നാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ബിൽഡേഴ്സും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഈ IWB ലോഞ്ചിൽ നിങ്ങളൊരു ആസ് എ കസ്റ്റമറായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് പ്ലാനിങ് ആണ്. 7 days കൊണ്ട് നിങ്ങൾ തരുന്ന ഐഡിയ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, നിങ്ങൾ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു 7 days കൊണ്ട് നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന MVP എന്ന് പറയും, മിനിമം വയബിൾ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കും. ഇതൊരു റിട്ടേൺ ഡോക്യുമെൻ്റാണ് ഉണ്ടാക്കുക. ഈ പ്ലാനിങ് സ്റ്റേജിൽ ഞാനും ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, എൻ്റെ ടീം മെമ്പേഴ്സും ഞാനും നിങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സും ഇരുന്നിട്ട് നമ്മൾ ഓൺലൈനായിട്ട് മീറ്റിംഗ് ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ഫുള്ള് പ്ലാൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യും. ഇതാണ് 7 days പ്ലാനിങ് പ്രോഗ്രാം. ഈ പ്ലാനിങ് പ്രോഗ്രാമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഒരു ബിസിനസ് എന്നുള്ളതും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, അതിൻ്റെ കംപ്ലയൻസസ് സൈഡ്, അതിൻ്റെ ലീഗൽ സൈഡുകൾ, അതിൻ്റെ ബാക്കിയുള്ള കോമ്പറ്റീറ്റർ ലെവലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫേസ് വരുന്നത്. ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ 30 days ഒരു പ്രോഗ്രാമാണ്. ഈ 30 days നിങ്ങൾക്ക് വേണ്ടി 1 or more ഡെവലപ്പേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്യും. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ഈ പ്ലാന് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെവലപ്പേഴ്സിനെ അസൈൻ ചെയ്തുകൊണ്ട് ഒരു മിനിമൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. മിനിമൽ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ചിലപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ചില ഐഡിയാസിന് നമ്മൾ AI ബിൽഡേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റം ബിൽഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെറിയൊരു കമ്പാരറ്റീവ് ടു എനി ഏജൻസി നിങ്ങൾക്ക് ഒരു ചീപ്പറായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പോഴും നമ്മുടെ സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്ലാനിങ്, സെക്കൻഡ് സ്റ്റേജ് ഈസ് ഡെവലപ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 month വിൻഡോ നിങ്ങൾക്ക് തരും. അത് ചില ഐഡിയാസിന് ഇറ്റ് ക്യാൻ ഗോ അപ് ടു 6 month വിൻഡോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം, കാരണം ഐഡിയയുടെ ഡെപ്തും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. പിന്നെ B2B ഐഡിയാസൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സെല് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം എന്നിട്ട് നമ്മൾ ബൈ വീക്കിലി നമ്മുടെ ടീമുമായിട്ട് മീറ്റിങ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് 30ാമത്തെ ദിവസം നമ്മൾ ലോഞ്ച് ചെയ്യും. മാർക്കറ്റിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് കുറച്ചൊരു കസ്റ്റമേഴ്സിനെ കിട്ടാൻ നിങ്ങളെ മേ ബി നിങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെറിയൊരു മാർക്കറ്റിംഗ് പരിപാടികൾ നിങ്ങൾ ചെയ്യും. എന്നിട്ട് അതിലൂടെ നിങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ 2 weeks കൂടുമ്പോൾ നമ്മൾ മീറ്റിംഗ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ആവണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കും. ഇതൊരു എൻഡ് ഓഫ് ദ 3 month നമുക്ക് ഇവരുടെ ഫീഡ്ബാക്സിൽ ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് നമുക്കിത് പിവേർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അതിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണോ, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ലെവലിലോട്ട് ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു തരാനും നമ്മുടെ ടീം വില്ലിങ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേജസ് നോക്കുമ്പോൾ പ്ലാനിങ് ഉണ്ട്, ഡെവലപ്മെൻ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് നിങ്ങൾ സപ്പോർട്ട് തരുന്ന ഒരു പീരിയഡുണ്ട്. ഈ ഒരു ടിപ്പിക്കൽ സർവീസ് ഓർ ഏജൻസി കമ്പനിയും തമ്മിൽ ഈ IWBയുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ടെക്നോളജി ബിൽഡ് ചെയ്ത് തരുക മാത്രമല്ല, അതിൻ്റെ കൂടെ ഈ പ്രൊഡക്റ്റ് റൺ ചെയ്യാനുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് തരുന്നത്. ഇതിൽ ഒരു ടെക്നിക്കൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ആപ്പ് ചെയ്യാനും കോഡ് ചെയ്യാനുള്ള അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അത് ഓടിക്കാനുള്ള നോളജും കൂടി വേണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ പ്രീവിയസ് ക്ലയൻസ്, ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റിൽ $multi-million റവന്യൂ ഉണ്ടാക്കുന്ന ക്ലയൻസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ടീം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മുടെ ടീമിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകൊണ്ട് എന്താണ് IWB ലോഞ്ചും നോർമൽ ഒരു ഏജൻസി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക്
ഒരു ആപ്പ് കിട്ടിയതുകൊണ്ടോ വെബ്സൈറ്റ് കിട്ടിയതുകൊണ്ടോ അത് ഓടിക്കാൻ പറ്റില്ല. ഓക്കെ, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് റൺ ചെയ്തുള്ള പരിചയം വേണം. ചിലപ്പം അതിൽ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ലൂപ്പ് വേണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് പ്രൊഡക്റ്റിലോട്ട് റീവർക്ക് ചെയ്യാൻ പറ്റണം. പലരും എവിടെ സ്റ്റക്ക് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവും, പ്ലാൻ ഉണ്ടാക്കും, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും. അവരുടെ കയ്യിലുള്ള എല്ലാ പൈസയും എടുത്തിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യും. അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ജെന്യൂൻ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആ പ്രൊഡക്റ്റിനെ ഐട്രേഷൻ ചെയ്യാൻ ചിലപ്പം അവർ പ്രീവിയസ്ലി ഡീൽ ചെയ്ത ഏജൻസി സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്യാഷ് ഇവരുടെ കയ്യിലുണ്ടാവില്ല. സോ അപ്പോൾ ഇനീഷ്യൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സാധനം ശരിക്കും നമ്മളൊരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കുക, അതിൻ്റെ അറൗണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൈറ്റ് വേ. സോ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിൽ നിൽക്കാൻ നിങ്ങളുടെ ഒരു ടീം മെമ്പർ പോലെ നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റുമായിട്ട് നമ്മുടെ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഫർദറായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.